ഹായ് എൻ്റെ ചങ്കിലെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ BSc എക്സാമിന് പോയല്ലോ മരുമോൻ്റെ കൂടെ. അപ്പോൾ BSc എക്സാമിന് പോയിട്ട് ഞങ്ങളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, മുതലമട എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ കൊല്ലംകോട് ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം BSc എക്സാം കഴിഞ്ഞിട്ട് 3:30 കഴിഞ്ഞത്. അവിടുന്ന് കൊല്ലംകോട് വഴിക്ക് നേരെ ഞങ്ങൾ മുതലമട എന്ന് പറഞ്ഞാൽ മാംഗോ സ്റ്റീമൊക്കെ ഇല്ലേ, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ ചുമ്മാ ഒന്ന് എടുത്താണ്. അപ്പോൾ ഇങ്ങനെ പോകണം റോഡിൽ കൂടെ. അവിടുത്തെ സ്ഥലങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നിർത്തിയിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം അവിടുന്ന് തിരിച്ച് വരുമ്പോൾ വീട്ടിലോട്ട് എത്തുമ്പോൾ നേരെ ഒരുപാടാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ബൈക്കിൽ പോകുമ്പോൾ പിന്നാലെ ഇരുന്നിട്ട് ഇങ്ങനെ എടുത്താണ് വീഡിയോ. നാട്ടും പ്രദേശം നോക്കുക, ഇത് നല്ല രസമില്ലേ കാണാൻ. ഇങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ട് ഇങ്ങനെ പോയി, ഞാനും മരുമോനും കൂടി. എക്സാം കഴിഞ്ഞു അവനോട് ഞാൻ പറഞ്ഞു, എടാ വീഡിയോ എടുക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, മാമ നിങ്ങൾ വീഡിയോ എടുക്കുക, അത് നല്ലതെന്ന് പറഞ്ഞു. അവൻ വണ്ടി ഓടിച്ചു, ഞാൻ എൻ്റെ അമ്പുച്ചു, ഞാൻ ബുള്ളറ്റിന് അമ്പുച്ചു എന്ന് പറയാട്ടാ. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പിന്നാലെ ഇരുന്നിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് സ്ഥലങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പാലക്കാട്ടുകാരനാണ്, പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കൊല്ലംകോടും അതേപോലെ മുതലമടയൊക്കെ കാണുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചു പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റാണ് കാണുന്നത്. സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പൊള്ളാച്ചിക്ക് ഈ റോഡാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നല്ല മലപ്രദേശങ്ങളൊക്കെ കാണാൻ നല്ല രസം. ഞാൻ അവരോട് ചോദിച്ചു, ഈ വഴിക്ക് ആന വരുമോ, കാട്ടാന വരുമോ? എനിക്ക് ആനേനെ പേടിയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ആന വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല സ്ഥലമാണ്, ഒരുപാട് എനിക്ക് ഇഷ്ടമായ സ്ഥലമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്കും കമൻറ്റും തരുക കേട്ടോ. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥലം സൂപ്പറാണ്. ഞാൻ ആ വോയിസ് തന്നെ നിങ്ങൾക്ക് ഇട്ടുതരുന്നുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ബട്ട് അതിൽ ബൈക്കിൻ്റെ സൗണ്ടും പിന്നെ എയറും കാരണമൊന്നും കേൾക്കുന്നില്ല. അതാണ് ഞാൻ വോയിസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ സമയം 8 മണിയായി വീടെത്തും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞാൻ പാർസൽ പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് അതെല്ലാം കഴിച്ചു. പിന്നെ കല്യാണക്കുട്ടിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ്, കൃഷ്ണനും രാധയുടെ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്ക് അറിയില്ല സ്വത്ത് മക്കളെ. എനിവേ നല്ല സ്ഥലം, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമായിട്ടാണ്. ഓക്കെ, ഇവിടുത്തെ മണ്ണൊക്കെ കറുപ്പ് കളറുള്ള മണ്ണാണ്. ഓക്കെ, ഇവിടുത്തെ മണ്ണില്ലേ, ഈ നിലക്കടല കൃഷിയൊക്കെ വെക്കില്ലേ, കപ്പലണ്ടി, അതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഫുള്ള് പറയാൻ മറന്നു, ഞങ്ങളുടെ നാട്ടിൽ പാടങ്ങളിലൊക്കെ ആ വരമ്പുകളുണ്ട്, പാടവരമ്പ്. ഹലോ മക്കളെ, അപ്പോൾ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ വിളിച്ചാണ്, ചിറ്റൂർക്ക് റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബ്രേക്കായി എടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, കൊല്ലംകോടും മുതലമടയൊക്കെ നല്ല സ്ഥലങ്ങളാട്ടോ. സൂപ്പർ സ്ഥലം പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. കൊല്ലംകോടൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ല എന്താ പറയുക, ഒരു പ്രകൃതിയുടെ ഒരു കഴിവ് തന്നെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മുതലമട കൊല്ലംകോട് കണ്ടു. ഓക്കെ, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ സൂപ്പറാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഞാനങ്ങനെ ഗിഫ്റ്റ് വാങ്ങിയത് കണ്ടേ, ഇതാണ് ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരൂ, കമൻറ്റ് തരൂ. നന്ദി.